ഒന്നാം മോഡി സർക്കാരിന്റെ കാലത്ത് 2016 സെപ്റ്റംബറിലാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ റഫാൽ യുദ്ധവിമാന കരാറിൽ ഒപ്പുവെച്ചത്. 36 റഫാൽ യുദ്ധവിമാനങ്ങളാണ് ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ വാങ്ങുവാൻ തീരുമാനിച്ചത്. 58,891 കോടി രൂപ മുടക്കി 36 റഫാൽ വിമാനങ്ങൾ ഫ്രാൻസിൽ നിന്നും ഇന്ത്യ വാങ്ങാൻ തീരുമാനിച്ചത് വലിയ കോളിളക്കമാണ് ഇന്ത്യയിലുണ്ടാക്കിയത്. 1,635 കോടി രൂപയാണ് ഒരു റഫാൽ യുദ്ധവിമാനത്തിന് ഇന്ത്യ നൽകിയ വില. അന്നത്തെ പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ്, വലിയ രീതിയിൽ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നുവെങ്കിലും ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് റഫാൽ കരാറുമായി BJP സർക്കാർ മുന്നോട്ടു പോവുകയാണ് ഉണ്ടായത്. 2022 ഡിസംബറോടുകൂടി ഫ്രാൻസിൽ നിന്നും 36 റഫാൽ വിമാനങ്ങൾ കരാർ പ്രകാരം ഇന്ത്യയിൽ എത്തുകയും ചെയ്തു. എന്നാൽ ഇന്ത്യ ഇപ്പോൾ ഫ്രാൻസിൽ നിന്ന് വീണ്ടും റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 26 റഫാൽ യുദ്ധവിമാനങ്ങളാണ് ഫ്രാൻസിൽ നിന്നും ഇന്ത്യ വീണ്ടും വാങ്ങുന്നത്. 63,000 കോടി രൂപ മുടക്കിക്കൊണ്ടാണ് ഫ്രാൻസിൽ നിന്നും 26 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ കരാറിൽ ഒപ്പിട്ടിട്ടുള്ളത്. 2,423 കോടി മുടക്കിക്കൊണ്ടാണ് ഇന്ത്യ ഫ്രാൻസിൽ നിന്നും ഓരോ റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങിക്കുവാൻ കഴിഞ്ഞ മാസം 2025 ഏപ്രിൽ 28 ഡൽഹിയിൽ വെച്ച് ഫ്രാൻസുമായി കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത്. 2016 വാങ്ങിയ 36 റഫാൽ വിമാനങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കരാർ പ്രകാരം ലഭിക്കാൻ പോകുന്ന 26 റഫാൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ നേവിക്ക് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ വാങ്ങിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാനുമായി നടന്ന സംഘർഷങ്ങളിൽ ഇന്ത്യയുടെ റഫാൽ യുദ്ധവിമാനങ്ങൾ തകർത്തു എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് കാര്യമായ പ്രതികരണങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തകൻ സൈന്യത്തോട് ചോദിച്ചത് പാകിസ്ഥാനുമായുണ്ടായ യുദ്ധത്തിൽ ഇന്ത്യയുടെ റഫാൽ യുദ്ധവിമാനം തകർന്നോ എന്നാണ്. അതിന് സൈന്യം നൽകിയ മറുപടി, യുദ്ധമുഖത്ത്, പോർമുഖത്ത് നഷ്ടങ്ങൾ സ്വാഭാവികമാണ്, ലക്ഷ്യം മാത്രമാണ് പ്രധാനം എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് സൈന്യം പ്രതികരിച്ചത്. രാജ്യം ഇപ്പോൾ ഒരു യുദ്ധത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങളൊന്നും ഉയർന്നു വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. 63,000 കോടി രൂപ മുടക്കിക്കൊണ്ട് 26 റഫാൽ യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യ ഇപ്പോൾ ഫ്രാൻസിൽ നിന്നും വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2030 ഡിസംബറോടുകൂടി ഈ 26 യുദ്ധവിമാനങ്ങളും ഇന്ത്യയിൽ എത്തിച്ചേരുമെന്നാണ് കരാർ പ്രകാരം പറയുന്നത്. ഈ 26 യുദ്ധവിമാനങ്ങളിൽ 22 യുദ്ധവിമാനങ്ങൾക്ക് സിംഗിൾ സീറ്റും 4 യുദ്ധവിമാനങ്ങൾക്ക് ഡബിൾ സീറ്റുമാണ് ഉള്ളത്. ഇതുവരെ ഇന്ത്യ ഏകദേശം 62 റഫാൽ യുദ്ധവിമാനങ്ങൾക്കായി 1 ലക്ഷം കോടി രൂപക്ക് മുകളിലാണ് മുടക്കിയിരിക്കുന്നത്.